ഹലോ. എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ നോട്ട് ബുക്കിൻ്റെ പേപ്പേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് കളർ പേപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതൊക്കെ വാങ്ങി ഉപയോഗിക്കാം. എനിക്ക് പുറത്ത് പോകാനുള്ള മടിയുള്ളത് കൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ സാധാരണ നോട്ട് ബുക്കിൻ്റെ പേജസാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി കൃത്യമായിട്ട് സെൻറ്റർ പിടിച്ച് മടക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷീറ്റ്, ഒരു ലീഫ് നമുക്കിവിടെ കിട്ടും. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടിയിലേക്ക് ഗമ്മ് പോയി കഴിഞ്ഞാൽ പേപ്പർ ഉൾപ്പെടെ കംപ്ലീറ്റ് ഒട്ടിപ്പോവും. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്തേക്കുക, നല്ല ഹോളോ ആയിട്ട് കൃത്യമായിട്ട് കിട്ടണം. പിന്നെ നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ നീളമായിരിക്കും കേട്ടോ നമ്മുടെ ഒരു സ്റ്റാറിൻ്റെ ലീഫിൻ്റെ ലെങ്ത്ത് ഫ്രം ദ സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, ഇനി ഇതേപോലെ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് 4 ഷീറ്റ് പേപ്പർ ഒട്ടിച്ചൊട്ടിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു സെറ്റ്, അങ്ങനെ ഒരു 6 സെറ്റ് ഉണ്ടാക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ 6 ഷീറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെ 4 സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെങ്കിലും ഒരു 24 പേപ്പേഴ്സ് വേണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ വിളർന്ന് വരുമ്പോൾ കാണാനായിട്ട് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. ലീഫിന് നമ്മൾ ഏത് ഡിസൈനാണോ വേണ്ടത് അതൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പേന ഉപയോഗിച്ച് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലീഫും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഞാൻ 1 സൈഡാണ് കേട്ടോ ചെയ്യണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഡബിൾ സൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും അറ്റത്തുള്ള വലിയ ഹൈറ്റ് ഉണ്ടല്ലോ, അത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് അപ്പുറത്തെ കൈയും കാലൊക്കെ വരച്ചു ഏത് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതൊരു പാറ്റേൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഈ കാണിച്ച മണ്ടത്തരം അതൊരു ഭയങ്കര മണ്ടത്തരം കേട്ടോ, അത് നിങ്ങൾ ചെയ്യേണ്ട. അത് ഞാൻ ബൾബ് ഹാങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്തേരെ. എന്നിട്ട് എല്ലാ പേപ്പേഴ്സും ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും എനിക്ക് പറ്റിയ മണ്ടത്തരാണ് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്ന പഞ്ച് ചെയ്യുന്നൊരു പരിപാടി ഞാൻ വിട്ടുപോയിരുന്നു ഗൈസ്. അതും കൂടി ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അതായത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടു കൂടിയിട്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും അത് നല്ല കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ഫൈനൽ ഔട്ട്പുട്ട് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു അഭിമാനമൊക്കെ തോന്നില്ലേ, നല്ല രസമായിട്ടൊക്കെ. അപ്പോൾ അതേപോലെ എന്ന് പറയാനാണ് കവി ഉദ്ദേശിച്ചത്. എന്തായാലും കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് നോട്ട് ബുക്കിലെ പേപ്പേഴ്സാണ്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളൊന്ന് നല്ല പേപ്പർ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.